ഇതാണ് എന്റെ അടുക്കള. ഞാനിവിടെയാണ്, ഞാനും എന്റെ അമ്മയുമാണ്. എന്റെ അമ്മയാണ് ഇവിടെ ഉള്ളത്. കഥകളുണ്ട്. അത് വളരെ ഇങ്ങനെ സുബ്രഹ്മണ്യാണ് എന്റെ പേര്. അവനിങ്ങനെ നടന്നു. ഒരു ഇരിക്കപ്പുറതിയില്ല. ഇപ്പൊ ഒരു 4 പ്രാവശ്യം പോയി. ഉച്ചയ്ക്ക് 12 മണിയല്ലേ ആയുള്ളൂ. അതിനിടയിൽ ഒരു 4 പ്രാവശ്യം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇങ്ങനെ നടക്കുക. ഒരു ഇരിക്കപ്പുറതിയില്ല. അവന് ഉള്ളുകൊള്ളുന്നു ചന്തിക്ക്. ഇവിടോട്ട് ആരാണ്ട് ആണുങ്ങൾ വരുന്നെന്ന് ഇത് കഥയുണ്ടാക്കണത്. കുറെ ആളുമാർക്ക് ആരൊക്കെയോ. പിന്നെ എന്റെ വാട്സപ്പ് കോപ്പി ചെയ്യുക, പിന്നെ എന്റെ യൂട്യൂബ് കൺട്രോൾ ചെയ്യുക, അപ്ലോഡ് ചെയ്യുന്നൊന്നും സമ്മതിക്കാതിരിക്കുക, എന്റെ ക്യാമറ ഹാക്ക് ചെയ്ത് ഇതാക്കുക, പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പല പല വേലകൾ ചെയ്യുക. എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഞാൻ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞു, റെഗുലർ ഇന്റർവ്യൂസിൽ കട്ട് ചെയ്ത് വെക്കുക. അപ്പൊ കോപ്പി പേസ്റ്റ് ചെയ്യാൻ നല്ല സൗകര്യമാണ്. മനസ്സിലായില്ലേ? ഫിക്സ് ചെയ്യാൻ എടുത്ത് മാറ്റുക, ഫിക്സ് ചെയ്യുക. ഇവന്മാർക്ക് വേണ്ടത് അതാണ് വേറെ വേറെ. ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ പല പല അപ്പൊ എല്ലാം നമ്മള് എല്ലാ ദിവസവും ഇങ്ങനെ എല്ലാം എടുത്ത് എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ഇതെല്ലാം വെക്കും. ഇതെങ്ങനാ ഇങ്ങനെ ആവുന്ന ഏത് അവനാണെന്ന് നമുക്ക് അറിയാമല്ലോ. പിന്നെ എന്റെ ക്യാമറയുടെ ഒക്കെ ഇതെന്ന് പറയുന്നത് എന്റെ മുക്കുമിന്റെ കയ്യിലാണ്. ഇപ്പം നമുക്കറിയാം ഇത് ഏത് അവനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പിന്നെ എന്നെ ഇങ്ങനെ ഹോൾ ഡേ ആൻഡ് നൈറ്റ് ആരാണ് വാച്ച് ചെയ്യുന്നത്, നമ്മൾ എന്താണ് കഴിക്കുന്നത്, അങ്ങനെയല്ല നിങ്ങൾക്കെല്ലാം അറിയാം. ചേനയെല്ലാം പുഴുങ്ങി വെച്ച് കഴിഞ്ഞു. ഇത് 9th ഡേ ആണ്. നമ്മൾ ഒരു റൈസ് പോലും നമ്മൾ കഴിച്ചിട്ടില്ല. മനസ്സിലായില്ല? അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം ചേന എലിഫന്റ് ഫുഡ് യാം എന്ന് പറയുന്നത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള സാധനമാണ്. വളരെ നല്ല സാധനം. പിന്നെ ഈസ്ട്രജൻ, പിന്നെ അങ്ങനെയൊക്കെയുള്ള നല്ല ബോൺ സ്ട്രെങ്ത്, ഇങ്ങനെ എല്ലാത്തിനും നല്ലതാണ് ഈ എലിഫന്റ് ഫുഡ് യാം. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് കാണാൻ പറ്റും. ഞാൻ ടോട്ടലി റൈസ് അവോയ്ഡ് ചെയ്തു. എനിക്കൊന്ന് അറിയണം എന്താണ് ഇവന്മാരുടെ ഇതെന്ന്. എന്നാലും നമ്മുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അടിച്ച് വീർപ്പിക്കുക. നമ്മുടെ ആൾമാരോട് നടത്താൻ വേണ്ടി ഒരു വൃന്ദയെന്ന് പറയുന്നവള്, ഒരു ശ്രീലതയെന്ന് പറയുന്നവള് ഭയങ്കര പഠിച്ചികളാണ് അവളുമാര്. അപ്പൊ അവളുമാർക്ക് നമ്മളെ വെച്ച് ഇൻവെസ്റ്റിഗേഷൻ ആൾമാറാട്ടം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഇങ്ങനെ വീർപ്പിക്കുന്നത്. നമ്മൾക്കുള്ളതിനേക്കാട്ടിലും 3.5 ഇരട്ടിയാണ് നമ്മളെ വീർപ്പിക്കുന്നത്. അപ്പൊ ഇന്ന് ഇതുവരെ വലിയ കുഴപ്പം തോന്നില്ല. ചില ദിവസം നമ്മളങ്ങ് വീർപ്പിക്കും. ഇന്നലെയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് വീർപ്പിച്ചായിരുന്നു. അങ്ങനെ പല പല രോഗങ്ങളാണ് ഇവന്മാർക്ക്. പിന്നെ നമ്മൾ ആരെങ്കിലും വിളിച്ചാല്, ഇപ്പം കറണ്ട് പോയി, നമ്മള് ഇലക്ട്രിസിറ്റി ബോർഡിനെ വിളിക്കുക. 047 ഇവിടെ നമ്പറുണ്ട്, ഒരു തന്നിട്ടുണ്ട് നമ്പര്, മീറ്ററിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം അറിയാം. പോകുന്നതിന് വിളിച്ചാലും നമ്മൾ ആരെയും വിളിക്കുന്നൊക്കെയാണ് ഭയങ്കര കഥകൾ. അതെന്തൊരു കഥയാണ്? ആരെയെങ്കിലും ഒക്കെ വിളിച്ചാൽ അങ്ങനെയൊക്കെയാണോ? നമ്മൾ വിളിക്കുന്നവരുടെ പേരും ആരെയും വിളിക്കുന്നവർക്ക് ഇല്ലേ തെളിവ്? 049 എന്ന് പറഞ്ഞിട്ടും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നമ്പറാണ്. ഞാൻ അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തോന്നിയാത്ത കഥകൾ ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ ട്രഷറി പോയാൽ കണ്ടവനെ കാണാൻ പോകുന്നു ഇതാക്കുക. ഇതൊക്കെ എവിടുത്തെ ഇതാണ്? പുതിയ അറിവാണ് ഇതൊക്കെ കേട്ടോ. ഇതിന് പല പല വേലകളാണ് ഇങ്ങനെ. എന്താ വേല ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. പിന്നെ അതുപോലെ രാത്രികൾ ഇവിടെ വോൾട്ടേജേ ഇല്ല. ഇന്നലെ നമ്മുടെ ബജറ്റിനകത്ത് നമ്മുടെ മന്ത്രി പറഞ്ഞു ലോഡ് ഷെഡിങ് ഇല്ല, പവർ കട്ട് ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടെ ദിവസവും 3-4 പ്രാവശ്യം കറണ്ട് പോകും. ഇന്നലെയും പോയി. ഇന്നലെ വൈകിട്ട് പോയത് അവനെ നമ്മൾ പിന്നെയും വിളിക്കുമെന്ന് വിചാരിച്ചോണ്ടാണ്. അത് വിളിക്കാൻ പോയില്ല. നമുക്ക് മനസ്സിലായി ഇവനെ വിളിപ്പിക്കാനാണ്. ഏതോ അവനെ ആരാന്ന് നമുക്കറിയത്തില്ല. ആരാണ് ഫോൺ എടുക്കുന്നത് നമുക്കറിയത്തില്ല. പിന്നെ ഇപ്പൊ വോൾട്ടേജ് കാണത്തേയില്ല, തീരെ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ മുഖത്തോട്ടൊക്കെ അടിക്കുന്ന പോയിസണസ് ഗ്യാസ് നമ്മൾ ശ്വസിക്കണം. നമ്മുടെ മൂക്കിനകത്തോട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ ഇങ്ങനെ പോയിസണസ് ഗ്യാസ് അടിക്കാൻ നമ്മളെ വകവരുത്താനായിട്ട്. അതൊക്കെ ഇങ്ങനെ പല പല വേലകളാണ് ഇവന്മാർക്ക്. ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ വാട്സപ്പ് കോപ്പി ചെയ്ത്, അപ്പൊ നമ്മളുടെ വാട്സപ്പ് ഒക്കെ ഇപ്പം റെഗുലർലി ഇടുന്നുണ്ട്. ആരാണ് വാട്സപ്പിലുള്ളത് എല്ലാം ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോണിലെ ആപ്പുകൾ സൈഡ് നമ്മൾ ഇടുന്നുണ്ട്. മനസ്സിലായില്ലേ? ഏത് ആപ്പാണ് നമ്മുടെ ഫോണിലുള്ളത് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ. അപ്പൊ ആരാണ് നമ്മുടെ വാട്സപ്പിലുള്ളതെന്നും നമ്മൾ എവിടെയാണ് ഉള്ളതെന്നും എല്ലാം നമ്മുടെ വീട് ഏതാണെന്നും എല്ലാം നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെയാണ് എപ്പോഴും ഇടുന്നത്. എല്ലാം കറക്റ്റ് ആയിട്ട്. ഞാൻ എന്റെ അമ്മയുടെ കൂടെയാണെന്നുള്ളതിനും തെളിവുണ്ട്.
ലേസർ അടിക്കുക, നമ്മുടെ മുഖത്തെയൊക്കെ വണ്ണം, ഇവിടുത്തെയൊക്കെ വണ്ണം കുറയ്ക്കുക, ഈ ഭാഗത്തെയൊക്കെ വണ്ണം കുറയ്ക്കുക. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റുക. എന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ട് തെളിയിക്കാൻ ഹാർട്ട് ഷേപ്ഡ് ആണ്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മുഖം വേറെ രീതിയിലാക്കുക. ഇങ്ങനെ വീർപ്പിക്കുന്ന പല പല വേലകളാണ്. പിന്നെ നമ്മുടെ മുടി, പിന്നെ തലയിലെ ഇവിടുത്തെ എല്ലാം ഇങ്ങനെ ഇത് കുറയ്ക്കും. നമ്മുടെ ഇവിടെ എല്ലാം അടിക്കും ലേസർ. പിന്നെ നമ്മുടെ ഈ ഭാഗത്തെല്ലാം അടിക്കുക. ഇവിടുത്തോട്ട് ഇവിടെ എല്ലാം സോണിക് വെപ്പൺ, സോണിക് സൗണ്ട് ഉപയോഗിച്ച് ഹിറ്റ് ചെയ്യിപ്പിക്കുക. നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിന് വരുന്ന ഡിഫറൻസ് വരണം. സ്കെലിറ്റൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട്, ഇങ്ങനൊരു ഇത് വരാൻ വേണ്ടിയിട്ട്, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതൊക്കെ അടിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതെല്ലാം ഇങ്ങനെയൊക്കെ വരിക. പിന്നെ പല പല വേലകളാണ്. നമ്മുടെ കാലയിലെയും നമ്മുടെ ദേഹത്തെ മുഴുവൻ എന്താണ് നമ്മുടെ ഫാറ്റ് ഉരുക്കണം. പല പല വേലകളാണ്. ഇതെന്റെ കിച്ചണാണ്, ഇവിടെ ഒന്നും ആരുമില്ല, ഞാനും എന്റെ അമ്മയും മാത്രമാണ്. ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ല. അങ്ങനെ ഇനിയിപ്പം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാനാണ്. ആണുങ്ങൾ വന്നിരിക്കുന്നത് ഡ്രാമകളായിരുന്നു. ഭയങ്കര ഡ്രാമയായിട്ട് ഇങ്ങനെ നടക്കുക കുറെ അമ്മമാരും